അപ്പോൾ നമ്മുടെ ബീറ്റ് പിക്കിൾഡ് എഗ്ഗിനെ ഒരു ഡിഷിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടില്ലേ? വാവ്, അടിപൊളിയായിട്ടല്ലേ? ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മൾ നമ്മുടെ കിച്ചണിലുള്ളത്, പക്ഷെ ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഐറ്റത്തിലേക്കാണ്. നിങ്ങളിൽ പലരും കണ്ടിട്ട് പോലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു ഐറ്റമാണ്. അത് നമ്മുടെ കോഴിമുട്ടയല്ലേ. കോഴിമുട്ട കൊണ്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കുകയാണ്. വളരെ വിശിഷ്ടമായൊരു ഐറ്റമാണ്, വളരെ റെയർ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് ഇത് ശരിക്കും അറിയപ്പെടുന്നത് പെൻസിൽവാനിയൻ ഡച്ച് ബീറ്റ് എഗ് പിക്കിൾ എന്നാണ്. പെൻസിൽവാനിയ ഡച്ച് ഏരിയയിൽ വളരെ കോമൺ ആയിട്ട്, അതായത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ മുട്ട കൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ടാക്കിയിട്ട്. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് വളരെ കുറവാണ്. നോക്കൂ, ഒരു 10 മുട്ട ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കി 1-2 ഐറ്റംസ് നമ്മൾ ബീറ്റ് എഗ് പിക്കിൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഇതിന് വേണ്ടത് ബീട്രൂട്ടാണ്. നമ്മുടെ ബീട്രൂട്ട് അല്ലേ, നാടൻ ബീട്രൂട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10-25 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, ഉപ്പ്, പിന്നെ വിനാഗിരി, വെള്ളം. ഇത്രയും സാധനമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. വളരെ കുറച്ച് ഐറ്റംസ് മതി. ഓരോന്നിട്ട് ഇടുമ്പോൾ ഞാൻ അളവ് പറഞ്ഞുതരാം. ബീറ്റ് പിക്കിൾഡ് എഗ്ഗ് ഉണ്ടാക്കാൻ ശരിക്കും നമുക്ക് വേണ്ടത് ഹാർഡ് ബോയിൽഡ് എഗ്ഗാണ്. അപ്പോൾ ഹാർഡ് ബോയിൽഡ് എഗ്ഗ് എങ്ങനെ ഉണ്ടാക്കണം ഞാൻ ശരിക്കും നമ്മൾ സാധാരണ മുട്ട വേവിക്കുന്നത് തന്നെയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ മുട്ടയൊന്ന് വേവിച്ച് കാണിക്കാം എങ്ങനെയാണ്. നമ്മൾ മുട്ടയെ മൊത്തം ഒരു പാത്രത്തിലേക്ക് വെച്ചു. ഇനി മുട്ടയിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ മുട്ട മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. യെസ്, ഓൾമോസ്റ്റ് മുങ്ങി, കുറച്ചും കൂടെ വേണം. അപ്പോൾ ഞാൻ മുട്ടയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. തിളക്കട്ടെ മുട്ട. നമ്മുടെ മുട്ട ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച ശേഷം ഇത് ചെയ്യേണ്ടത് ഒരു ലിഡ് കൊണ്ട് അടയ്ക്കുക. അതിനെ അടച്ചതിന് ശേഷം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. അതവിട്ടിരിക്കട്ടെ. അതേസമയം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനൊരു പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെക്കുകയാണ്. വെച്ചിട്ട് ഇതിലൊരു 3/4 ലിറ്ററോളം വെള്ളം ഒഴിക്കുക കേട്ടോ. അവിടെ ഒരു 1/4 ലിറ്റർ 250 ml വിനാഗിരി ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഉപ്പ്, അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് അല്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് പിന്നെ കാണാം. ബീട്രൂട്ട്, വിനാഗിരി, ഷുഗറിൻ്റെ മിക്സ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെയും നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ മുട്ട ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടന്നിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വെന്ത് കിടപ്പുണ്ട്. ഈ മുട്ടയെ നമുക്ക് മാറ്റിയിട്ട് ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് ഐസ് കോൾഡ് വാട്ടറോ ഐസ് ക്യൂബ്സോ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് തണുപ്പിക്കുക. പിന്നെ ഞാൻ ഐസ് കോൾഡ് വാട്ടർ വെച്ചിട്ടില്ല, അതുകൊണ്ട് സാധാ വെള്ളത്തിൽ ഇതിനെ ഒന്ന് തണുപ്പിക്കുക മുട്ടയെ. ഈ മുട്ടയെ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഈ തണുത്ത വെള്ളത്തിൽ മുട്ട കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പൊളിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെൻസിൽവാനിയൻ ബീറ്റ് പിക്കിൾഡ് എഗ്ഗിനുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ്. ഇത് മുട്ട ഞാൻ പൊളിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിലേക്ക് തന്നെ ഇടാൻ പോകാം. നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് നല്ലത് കേട്ടോ. എപ്പോഴും അച്ചാറും പിക്കിളൊക്കെ ഉണ്ടാക്കാൻ ഗ്ലാസ് ബോട്ടിലാണ് നല്ലത്. ഒപ്പം പറയാം, ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാർ ഫ്രൂട്ട് പിക്കിൾ ഉപ്പിലിട്ടത് വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഈ മുട്ട എത്ര ഞാൻ ഇടാൻ പോവാം. ഇനി ഞാനൊരു 25 അല്ലി ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി സാധാരണ ആരും ഇട്ട് കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി ഉപ്പിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇല്ലേ, സവാള വട്ടത്തിൽ അരിഞ്ഞിട്ടാലും നല്ലതായിരിക്കും. അത് ഇതിലേക്ക് നമ്മുടെ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടി ഉണ്ട് കേട്ടോ. ഒരു 4 ചെറിയ പച്ചമുളക് ഇടുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സൊല്യൂഷനിലെ ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ബീട്രൂട്ട് കഷ്ണങ്ങൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. യെസ്, എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ബീറ്റ് പിക്കിൾഡ് എഗ്ഗ് റെഡിയാണ് ഇപ്പോൾ. ഇത് ഇപ്പോൾ തന്നെ കഴിക്കാൻ പറ്റില്ല. മിനിമം ഒരു 48 hours 2 days 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കുക. ഇത് പുറത്ത് വെച്ചാലേ പെട്ടെന്ന് ചീത്തയായി പോവും. ഒരു 7 days ഒക്കെ ഇരിക്കുള്ളൂ. ഫ്രിഡ്ജിൽ കുറേ നാളിരിക്കും. എന്തായാലും നമുക്കൊരു 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ പെൻസിൽവാനിയൻ ബീറ്റ് പിക്കിൾഡ് എഗ്ഗ് റെഡിയാണ്. ഇപ്പോൾ 2 ദിവസം അല്ല 3 ദിവസമായിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കാണിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ സ്ഥലത്തില്ലാതാണ് എടുക്കാൻ പറ്റിയില്ല. 3 days കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ടിരിപ്പുണ്ട്. യെസ്, നമുക്കിതിലൊരെണ്ണം എടുത്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. യെസ്, കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒന്നും കൂടെ എടുക്കാം. നല്ല ബീട്രൂട്ടിൻ്റെ കളറൊക്കെ പിടിച്ച് ഭംഗിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഈ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അതിനുശേഷം നമുക്ക് നടക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ് പിക്കിൾഡ് എഗ്ഗിനെ ഒരു ഡിഷിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടില്ലേ, എന്ത് രസമാണ് നോക്കിയ കളറ്. ബീട്രൂട്ടിൻ്റെ കളറ് ശരിക്കും അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു ടേസ്റ്റ് എനിക്കും അറിയില്ല. നമുക്കിതപ്പോൾ ഒന്ന് ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വാവ്, അടിപൊളിയായിട്ടല്ലേ. കണ്ടോ, ഉള്ളിൽ വരെ ഫുള്ളായിട്ട് കളർ ഇറങ്ങിയിട്ട് രസമായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കാം. വിഷമമൊന്നും വിചാരിക്കണ്ട. നമ്മളിതിൽ കൂടെ അതേ കുറച്ച് എന്താ പറയുക ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഒരു ബീട്രൂട്ടിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. പിന്നെ ചെറിയ ഉള്ളി കുറേ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഉപ്പുവെള്ളത്തിലിട്ട് ഇങ്ങനെ ഇതിലിട്ട് വെക്കാം, പിക്കിളിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരുമിച്ചാണ് കഴിക്കാൻ പോകണം കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചതിലൊക്കെ കിടിലൻ ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇന്നൊരു രഹസ്യം പറഞ്ഞുതരാം. കാരണം ഈ ഒരു ബീറ്റ് പിക്കിൾഡ് എഗ്ഗ് പെൻസിൽവാനിയ ഡച്ച് ഏരിയയിലാണ് ഞാൻ പറഞ്ഞു അധികം ഉപയോഗിക്കാം. വെസ്റ്റേൺ കൺട്രീസിൽ ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ടച്ചിങ്സ് എന്ന് പറയില്ലേ, പബ്സിലൊക്കെ ബാറിൽ ബിയറിൻ്റെ കൂടെ സെർവ് ചെയ്യാറുണ്ട്. അങ്ങനെ അതിന് വെള്ളം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബിയറൊക്കെ അടിക്കുന്നവരുണ്ടെങ്കിൽ ടച്ചിങ്സ് ആയിട്ട് ഈ സാധനം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ഞാനെന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.